കൊഴുക്കട്ട ഉണ്ടാക്കാനുള്ള ഐറ്റംസ് ആണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതിന് മെയിനായിട്ട് നമുക്ക് കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പൊടിയാണ് ഇത് ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു കപ്പിൽ കുറച്ച് കൂടുതലുണ്ട്. ഏകദേശം ഒരു 275 ഗ്രാം, ഒരു 300 ഗ്രാമിനടുത്തുള്ള പൊടിയുണ്ട് ഇത്. പിന്നെ സാധാരണ നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നൈസായിട്ടുള്ള അരിപ്പൊടിയല്ലേ ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കുറച്ച് തരിയുള്ള പുട്ടുപൊടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തരിയുള്ള കുറച്ച് പുട്ടുപൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് കഴിക്കുമ്പോൾ വായിൽ ഒട്ടാതെ ഇരിക്കും, കുറച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ ഈ ഇരിക്കുന്ന ഐറ്റംസ് എല്ലാം നമുക്ക് താളിച്ച് ഇടാനുള്ള ഐറ്റംസാണ്. അതിന് മെയിനായിട്ട് ഒരു കപ്പ് തേങ്ങ, അതിൻ്റെ സൈഡിൽ കുറച്ച് കുരുമുളകും കൂടി ഇരിപ്പുണ്ട്. കുരുമുളക് ചതച്ചിട്ടില്ല കേട്ടോ, മുഴുവനെ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു കപ്പ് സവോള, ഒരു മീഡിയം സൈസ് സവോള ചെറുതായിട്ട് കൊത്തി എരിഞ്ഞത്. പിന്നെ കടലപ്പരിപ്പ്. ഈ കടലപ്പരിപ്പിനകത്തേക്ക് ഞാൻ കുറച്ച് കടുവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല എരിവുള്ള ചുവന്ന മുളക് ചതച്ച് വെച്ചിരിക്കുന്നത്, ഒരു സ്പൂണുണ്ട്, ഒരു സ്പൂൺ നിറച്ചുണ്ട്. പിന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പ്, ഈ ഉഴുന്ന് പരിപ്പ് വറുത്തെടുത്ത് വെച്ചിരിക്കുന്ന ഉഴുന്ന് പരിപ്പ്. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കാം. പുട്ടിനൊക്കെ നനയ്ക്കാനിടുന്നത്ര ഉപ്പ് മതി, കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇത് കുഴയ്ക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് തരിയുള്ള മാവായതുകൊണ്ട് നമ്മളിങ്ങനെ കുഴയ്ക്കും തോറും വെള്ളം ഇങ്ങനെ അതിൻ്റെ അകത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഏകദേശം ഇതിൻ്റെ പരുവം കറക്റ്റായിട്ടുണ്ട്. ഇനി തണുക്കണം. തണുത്തതിന് ശേഷം കൈ വെച്ചിട്ട് നമുക്കൊന്ന് ഉരുട്ടി നോക്കാം കറക്റ്റ് ആവുമോയെന്ന്. ഇല്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നനയ്ക്കേണ്ടി വരും. അപ്പോൾ ഇത് തണുക്കുന്ന സമയം കൊണ്ട് നമുക്ക് താളിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് ഇല്ലേ, തേങ്ങയും ഉള്ളിയും ഒക്കെ, അതൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകും കടലപ്പരിപ്പ് ഞാൻ ഒന്നിച്ചിട്ട് കൊടുത്തു കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം സവോള, കറിവേപ്പില, ചുവന്ന മുളക് പൊടിച്ചത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് കുരുമുളക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതിട്ട് കൊടുക്കുക. പിന്നെ വറുത്ത് വെച്ചിരുന്ന ഉഴുന്ന് പരിപ്പ്. അപ്പം തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ അകത്തേക്ക് തീ കുറച്ച് വെക്കണം കേട്ടോ, ഒരുപാട് കൂട്ടി വെക്കല്ലേ, കരിഞ്ഞു പോകും. പിന്നെ തേങ്ങ ലാസ്റ്റ്. അരിപ്പൊടിക്കകത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതും കൂടി ഇടുമ്പോൾ ഉപ്പ് കുറയും. അതുകൊണ്ട് നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. മതി കേട്ടോ. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരുപാട് തേങ്ങ ഫ്രൈ ആക്കണ്ട. ആ എണ്ണയ്ക്കകത്ത് ബാക്കിയെല്ലാ സാധനം നന്നായിട്ട് വെന്ത് വഴറ്റിയെടുത്ത സംഭവങ്ങളാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തേങ്ങ ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുന്ന പോലെ അല്ലെങ്കിൽ ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചതിന് ശേഷം ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ കൂട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇതും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം. അയ്യോ,
കൈ പൊള്ളുന്നുണ്ട് കേട്ടോ. ഇതുണ്ട് കാരക്കൊഴുക്കട്ടയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് കൊഴുക്കട്ടയാക്കിയെടുക്കാം. കയ്യിൽ നമുക്ക് കുറച്ച് വെള്ളം നനച്ചിട്ട് ഈ മാവൊന്ന് ഉരുട്ടിയെടുക്കാം. ഇത് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്തെടുക്കണം. ഒന്ന് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് നല്ലൊരു ഷേപ്പിലാക്കിയെടുക്കാം. ഓൾറെഡി മേക്കപ്പ് കൂടുതൽ ഇതിന് കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ. നമുക്കിത് ആവിയിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം. നമ്മുടെ കൊഴുക്കട്ട എല്ലാം ആവിയിൽ പുഴുങ്ങാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ചിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കാം.